ഒരു ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു നദിയുടെ അരികെ നേരത്തെ ഉണ്ടായിരുന്നൊരു ഗ്രാമമല്ല, പുതുതായിട്ട് അവർ ഇന്നോവേറ്റ് ചെയ്തുണ്ടാക്കിയൊരു ഗ്രാമമായിരുന്നു. നമുക്ക് ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക് പേര് വേണമല്ലോ അല്ലേ? ഏതെങ്കിലും രണ്ട് പേര് പറയും. നമുക്ക് പിന്നെ കേൾക്കാത്ത പേര് ഡാബ്ലോ എന്നായിക്കോട്ടെ ഒരാളുടെ പേര് ബ്രൂണോ എന്നും ആയിക്കോട്ടെ. അങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ. ഇവർ ആ ഗ്രാമത്തിൽ ഭയങ്കര സന്തോഷമായിട്ട് കൃഷിയൊക്കെ നടത്തി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കടുത്ത വരൾച്ച വന്നത്. വരൾച്ച വന്നതോടുകൂടിയിട്ട് അവർക്ക് കിട്ടിയിരുന്ന വെള്ളത്തിൻ്റെ സ്രോതസ്സ് ഇല്ലാതെയായി. പക്ഷേ ഇവർക്ക് തൊട്ടടുത്ത് ഒരു നദിയുണ്ട്. നദിയുടെ നിന്ന് വെള്ളം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യാം. അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ തലവൻ കൂടിയിട്ട് ഇവരോട് ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ വെള്ളം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷികൾ നശിക്കുകയാണ്, ആളുകൾക്ക് വെള്ളം കുടിക്കാനും സംവിധാനമില്ല, എന്ത് ചെയ്യും? അപ്പോൾ അവർ തീരുമാനിച്ചു, നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് പേരെ ചുമതലപ്പെടുത്താം. ഈ നദിയിൽ നിന്ന് വെള്ളം എടുത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ശേഖരിച്ച് തരാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാർക്ക് നമുക്ക് ഏർപ്പാടാക്കാം. അവർക്കുള്ള വേതനവും നമുക്ക് എന്ത് ചെയ്യുക, എല്ലാവർക്കും കൂടി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈ ബ്രൂണോയും ഡാബ്ലോ എന്ന് പറഞ്ഞ രണ്ടാൾക്കാർക്ക് ഈ ജോലി കിട്ടി. കാരണം ഇവർ നല്ല യുവാക്കളായിരുന്നു, കൂടാതെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുമായിരുന്നു. ഇവർ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളുമാണ്. ഇവരെ ചിന്തകൾ എപ്പോഴും തന്നെ നല്ല റിച്ചായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു രണ്ടുപേരും. അതുകൊണ്ട് തന്നെ എന്ത് വർക്ക് ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് എന്ത് കിട്ടിയാൽ മതി, എൻഡ് ഓഫ് ദി ഡേ പൈസ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ അത് കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെ അവർ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ബക്കറ്റിൽ നദിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇവിടെ വലിയൊരു ടാങ്ക്, വേറൊരു വലിയ ബക്കറ്റ് വെക്കുന്നുണ്ട്. ഈ ബക്കറ്റിൽ വെള്ളം നിറയുന്നതിനനുസരിച്ചാണ് ഈ ഗ്രാമത്തലവൻ എന്ത് ചെയ്യുക, ആൾക്ക് ഇവർക്ക് പൈസ കൊടുക്കുക. അങ്ങനെ ഇവർ എല്ലാ ദിവസവും ബക്കറ്റിൽ വെള്ളം എടുത്ത് വരാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രൂണോക്ക് ചെറിയൊരു വേദന കാര്യങ്ങളൊക്കെ ആയി. വൈകുന്നേരം ഭയങ്കര ക്ഷീണം അങ്ങനെ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത്. മറ്റേ ആൾക്കാണെങ്കിൽ ടാബ്ലോക്കാണെങ്കിലും ആൾക്ക് ഭയങ്കര ഇഷ്ടമായി വർക്ക്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് കിട്ടുന്നുണ്ട്. മൂപ്പര് തീരുമാനിച്ചു, ഞാൻ ഒന്നും കൂടി ഹാർഡ് വർക്ക് ചെയ്യാം, ഞാൻ എൻ്റെ ബക്കറ്റിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടട്ടെ. അങ്ങനെ ആകുമ്പോൾ നടക്കുന്നത് കുറയ്ക്കാമല്ലോ. അങ്ങനെ ആൾ ബക്കറ്റിൻ്റെ വലുപ്പം കൂട്ടി വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. മറ്റേ ആൾ ഭയങ്കര നിരാശയിൽ നിൽക്കുക, എങ്ങനെ ഈ വേദന ഉള്ള സമയത്ത് എങ്ങനെ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ആളെ മൈൻഡിലേക്കൊരു ആശയം വന്നു, നമ്മളെല്ലാ ദിവസവും നടന്നു പോയിട്ടാണല്ലോ ഈ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഈ നദിയുടെ കുറുകെ നമുക്കൊരു കനാല്, ഒരു വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു പൈപ്പ് ലൈന് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആവില്ല എന്നുള്ളൊരു ആശയം ആളുടെ അടുത്ത് വന്നു. ഈ ബ്രൂണോയുടെ അടുത്ത് വന്നു. ബ്രൂണോ അത് ടാബ്ലോൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, നീയും കൂടി സഹായിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി തീർക്കാം. അപ്പം ടാബ്ലോ പെട്ടെന്ന് ചിന്തിച്ചു, ഞാനിതിന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വരുമാനം നിൽക്കുമോ, അല്ലെങ്കിൽ ഇത് എത്ര സമയം കൊണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് ആളെന്ത് ചെയ്തില്ല, അതിന് ആളെ കൂടെ കൂടിയില്ല. പക്ഷേ ബ്രൂണോ അവിടെ നിരാശനായില്ല. ആൾ എല്ലാ ദിവസവും ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. കൂടാതെ ഈ പൈപ്പ് ലൈൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു മാസം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ബ്രൂണോക്ക് ഈ പൈപ്പ് ലൈൻ്റെ വർക്ക് തീർക്കാൻ കഴിഞ്ഞത്. ഈ സമയത്തൊക്കെ തന്നെ, ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകളിലെ നാട്ടിലുള്ള ആളുകൾ എല്ലാ സമയത്തും ഇയാളെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. ഇയാളിങ്ങനെ പണിയെടുക്കുന്നത് എന്ന് അവസാനിക്കും, വെള്ളം കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ എല്ലാ ദിവസവും കളിയാക്കും. ഈ സമയത്ത് നമ്മുടെ ടാബ്ലോ ആൾ നന്നായിട്ട് പൈസ ഉണ്ടാക്കി. കാരണം ഇയാൾ വെള്ളം കൊണ്ടുപോകുന്ന വെള്ളം കുറച്ചിട്ടുണ്ടാര്, ബ്രൂണോ. ഇയാൾക്ക് നന്നായിട്ട് പൈസ കിട്ടി. ഇയാൾ അവിടുത്തെ ഏറ്റവും വലിയ ധനാഢ്യനായിട്ട് മാറി. അങ്ങനെ ഇയാൾ ഈവനിങ്ങിലൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് ഇയാൾ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിച്ചത്, ബാറിൽ പോകണം, കുറേ എൻജോയ്മെൻറ്റ് നടത്തുന്നതൊക്കെ നടത്തിക്കൊണ്ടുവന്നു. അങ്ങനെ പ്രായം കൂടുകയാണല്ലോ, ഇയാൾ വെള്ളത്തിൻ്റെ ബക്കറ്റിൻ്റെ വലുപ്പം കൂട്ടിയതിൻ്റെ പ്രശ്നം ഇയാൾക്ക് വരാൻ തുടങ്ങി. ടാബ്ലോക്ക് ഇയാൾ വളഞ്ഞു പോയി, ഇയാൾക്ക് തീരെ ആരോഗ്യമില്ലാതായി കഴിഞ്ഞു. ഈ സമയം 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ എന്ത് ചെയ്തിരുന്നു, പൈപ്പ് ലൈന് ഇട്ടായിരുന്നു. ഈ പൈപ്പ് ലൈനിൽ ഇയാൾ എന്ത് ചെയ്താൽ മതി, ഈ പൈപ്പ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ വെള്ളം ഇവിടെ എത്തും. ഈ ബക്കറ്റിൽ ആൾക്ക് ആവശ്യമുള്ള സമയത്ത് മുപ്പര് ടാപ്പ് ഓണാക്കും. അവിടെ നിന്ന് മേയറെടുത്ത് എന്ത് ചെയ്യും, ഈ ഗ്രാമത്തലവൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കും. അങ്ങനെ എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ എന്ത് ചെയ്യുക, ഈ പൈപ്പ് ലൈൻ ഏതൊക്കെ സമയത്ത് വർക്ക് ചെയ്യും, 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന പൈപ്പ് ലൈൻ ആകുന്നു. ടാപ്പ് തുറന്നാൽ മതി.
ഈ സ്റ്റോറി നിങ്ങളുടെ സ്റ്റോറിയായിട്ട് എന്തെങ്കിലും ടച്ച് ഉണ്ടോ? നമ്മളിപ്പോൾ ബിസിനസ്സിലെ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മൾ കുറേ കസ്റ്റമറെ കണ്ടുപിടിക്കുന്നുണ്ട്, കുറച്ചിനെ കൊണ്ടുവരും, എന്നിട്ട് വലിയ വലിയ ബിസിനസ് ഇങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ പൈസ തരാണ്ടിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു കമ്പനി അങ്ങ് പൂട്ടിപ്പോവും, അല്ലെങ്കിൽ ഒരു കൊറോണ വരും. ഈ കൊറോണ വന്നതോടുകൂടിയിട്ട് എന്ത് ചെയ്യും? ചെയ്ത കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ആവാൻ പറ്റും. പേഴ്സണൽ ബ്രാൻഡായുള്ള ഗുണം എന്താ? എൻ്റെ അടുത്ത് നിന്ന് ബിസിനസ് ചെയ്ത ആളുകൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇത്ര വർഷം മുന്നെയാണ്, 20 വർഷം മുന്നേ ഞാനുമായിട്ട് ബന്ധമുള്ള ആളുകളെ ബിസിനസ് അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തരുന്ന ആളുകൾ, നമ്മളെപ്പറ്റി അറിഞ്ഞിട്ട് തരുന്ന ആളുകൾ, ഇത് ശരിക്കും ഒരു പൈപ്പ് ലൈനാണ്. ഈ പൈപ്പ് ലൈനാണ് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കേണ്ടത്. നമ്മളല്ലാതെ ബക്കറ്റിൽ വെള്ളം കോരിയിട്ട് ഓരോ മാസവും എൻ്റെ ടാർഗറ്റ് തികയും എന്നുള്ള പ്രതീക്ഷയിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് ഓഫീസിൽ വരാൻ പറ്റിയില്ലെങ്കിൽ അന്നേരത്തെ ബിസിനസ് നടക്കുന്നുണ്ടോ? ഇനിയല്ല, നമ്മൾ ആരോഗ്യം ഇല്ലാതായിപ്പോയി, നമ്മളെങ്ങനെ ജീവിക്കും? നമ്മളൊക്കെ ഈ പ്രൊഫഷൻ മാത്രം അറിയുന്ന ആളുകളല്ലേ. ഇപ്പോൾ നിങ്ങളുള്ള സമയത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളെടുത്ത് എന്ത് കാര്യം പറയുന്നത്. ഈ റെഫറലും റീറ്റെയിനും റിയാക്ടിവേഷനും ഒക്കെ ചെയ്യണേ നമുക്ക് വേണ്ടി കഴിവെന്താ? അവരുടെ ടോപ്പ് ഓഫ് ദി മൈൻഡിൽ, ഇന്നലെ ഞാൻ പറഞ്ഞു, അവരുടെ ടോപ്പ് ഓഫ് ദി മൈൻഡിൽ നമ്മൾ എത്തണേ, നമ്മൾ ആരാവണം? അവർ കാണുന്ന സമയത്ത് മുഴുവനും നമ്മളെ കാണുന്ന ആളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അതിനാണ് നിങ്ങളോട് നിയോഡോവിൽ ഡെയിലി എന്ത് ചെയ്യാൻ പറയുന്നത്? 50 കൂടെ. അതിനോട് നിങ്ങളിങ്ങനെ എന്നോട് ദേഷ്യം പിടിക്കേണ്ട. കാരണം എന്താ? അതാർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? മാപ്പ് ഷോർ ഇല്ല. നാളെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ ഈ ഏജൻസികളൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ? അല്ല ഇവരുമായിട്ട് ടച്ച് ഉണ്ടെങ്കിൽ ഇവരുടെ നിന്ന് ബിസിനസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂലേ? അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് അതൊക്കെ പറയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? അപ്പോൾ കോൾ ചെയ്യാൻ വൈകുന്നേരം ആകുമ്പോൾ 50 കോളായില്ലേ, എൻ്റെ 50 കോളാവാത്ത എന്താ ചെയ്യുമ്പോൾ എന്നോട് ദേഷ്യം പിടിക്കരുത് ഇനി മുതൽ. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പൈപ്പ് ലൈൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ഒരു പണിയില്ല എന്ന് നോട്ടിക്കോ, ഞാൻ വീട്ടിലിരിക്കാന്ന് നോട്ടിക്കോ, എങ്കിലും എനിക്ക് ജീവിക്കാനുള്ള പൈസ എൻ്റെ നിലവിലുള്ള കസ്റ്റമർ തരും. അങ്ങനെ ധൈര്യമുള്ള ആൾക്കാർ ആരെ കൊണ്ട് അടുത്ത്? പണിയില്ല, വീട്ടിലിരുന്നാലും പൈസ കിട്ടുമെന്ന്. ഓക്കെ, ആ ധൈര്യമാണ് നമുക്കൊക്കെ വേണ്ടത്. ഈ ധൈര്യം ഉണ്ടാക്കുകയാണ് നിങ്ങളൊക്കെ ബാധ്യത. കാരണം നമ്മൾ വീട്ടിലിരുന്നാലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റണം.